ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹിസ്റ്ററിയാണ് നോക്കാൻ പോണത്. ഹിസ്റ്ററിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ നാഷണലിസം അല്ലെങ്കിൽ ദേശീയത. അപ്പോൾ ദേശീയതയുടെ പല രൂപങ്ങൾ അല്ലെങ്കിൽ ദേശീയത കോമൺ ആയിട്ട് ദേശീയത എന്ന രൂപത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത് അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ വ്യവസായവൽക്കരണം ദേശീയതയിലേക്ക് നയിച്ചതെന്നുള്ളതാണ്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ദേശീയതയിലേക്ക് നയിക്കുന്നത് എന്തുതന്നെയാണ്? ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ വ്യവസായവൽക്കരണമാണ്. കാരണം അവിടുത്തെ അവസ്ഥ അങ്ങനെയാണ്. അതായത് കച്ചവടം, അവിടെ വ്യാപാരം വളരെയധികം ഇങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് വലിയ വലിയ മാർക്കറ്റുകൾ വേണം. അപ്പോൾ ഏതെങ്കിലും ഒരു തൊഴിലിനെ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു വിഭജനം അല്ലെങ്കിൽ ഒരു സാമൂഹിക വിഭജനം എന്നതിലുപരി എന്താണ്, ആൾക്കാർ ഒരുമിച്ച് കൂടുന്നിടത്ത് പലതരം തൊഴിലുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പലതരം തൊഴിലുകൾ ഉണ്ടാവുക എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ വലിയ വലിയ മാർക്കറ്റുകളെ കേന്ദ്രീകരിച്ചിട്ട് എന്താണ് ആളുകൾ ഇങ്ങനെ വന്ന് ഒരു പ്രത്യേക പ്രദേശത്ത് ഇങ്ങനെ അവരിങ്ങനെ വന്ന് കൂടുകയാണ്. അങ്ങനെ വന്ന് കൂടുമ്പോൾ എന്താണ്, പൊതുവായിട്ടുള്ളൊരു ഭാഷയും ഒരു സംസ്കാരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തമ്മിലൊരു ബന്ധം വരികയാണ്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി എന്താണ്, അവർക്ക് തങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ, നാം എന്നൊക്കെയുള്ള ഒരു വികാരം അവർക്കുള്ളിൽ വരികയാണ്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു വികാരം എന്ന് പറയുന്നത് എന്താണ്, ജർമ്മൻ, ഫ്രാൻസ് അങ്ങനെ അവർക്കിടയിലൊക്കെ എന്താണ് സെപ്പറേറ്റ് അങ്ങനെ ഒരു അവസ്ഥ വരികയാണ്. ഇതാണ് യൂറോപ്പിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഒരു ദേശീയത എന്ന് പറയുന്ന വികാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ എന്താണ്, ഇങ്ങനെയുള്ള അവരവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഏകീകൃത മാർക്കറ്റുകളുടെ രൂപീകരണം ഉണ്ടാവുകയാണ്. അങ്ങനെ ആ മാർക്കറ്റുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിപണന കേന്ദ്രങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് വില്ലേജുകളും ജില്ലകളും പ്രവിശ്യകളൊക്കെ ഉണ്ടാവുമ്പോൾ അതെന്താണ്, ഒരു രാഷ്ട്രീയ ഏകീകരണത്തിലേക്ക് വരികയാണ്. ഈ ഏകീകരണമാണ് എന്താണ്, പതുക്കെ ഒരു കൂട്ടം ആളുകൾ, അപ്പോൾ ആളുകൾ വന്ന് കൂടുന്നിടത്ത് എന്താണ്, ദേശീയ ബോധം അവരിൽ ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രമായിട്ട് അവിടെ വരുന്നത്. ഇത് നമ്മൾ എന്താണ് 10th പഠിച്ചിട്ടുണ്ട്. മിഡീവൽ ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിലൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവർ വന്ന് കൂടുമെന്നാണ് പലതരത്തിലുള്ള തൊഴിലുകൾക്കുള്ള പരിശീലനങ്ങൾ നേടിയിട്ട് ഏതെങ്കിലും തൊഴിൽ പാരമ്പര്യമായിട്ട് തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ കൂട്ടം എന്നല്ലാതെ അവിടെ വന്നു കൂടുന്നവർ അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള തൊഴിലുകൾ അവിടെ വന്നതിന് ശേഷം അഭ്യസിക്കുകയാണ്. അപ്പോൾ തൊഴിലിൻ്റെ പേരിലുള്ള വിഭജനം അതിനൊക്കെ അപ്പുറം എന്താണ്, വന്ന് നമ്മൾ തൊഴിൽ വൈദഗ്ധ്യം നേടി ഒരുമിച്ച് താമസിക്കാം. അതാണ് യൂറോപ്പിലൊക്കെ എന്താണ്, ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ദേശീയത എന്ന് പറയുന്നൊരു ബോധം അവിടെ ഉയർന്ന് വരുന്നത്. ഇനി ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആ ഒരു സമയത്തെന്ന് പറയുമ്പോൾ യൂറോപ്പിൻ്റെ ഒരു അവസ്ഥയല്ല ഇന്ത്യയിലുണ്ടായിരുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷിൻ്റെ കോളനി ആയിരുന്നു, ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു വികാരമായിട്ടാണ് ദേശീയത ഉയർന്നു വരുന്നത് അല്ലെങ്കിൽ നാഷണലിസം അവിടെ ഉയർന്നു വരുന്നത്. ഇവിടെ കച്ചവടമോ അങ്ങനെയുള്ള അവസ്ഥകളല്ല. ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് തുരത്തുക, ഞങ്ങൾ ഇന്ത്യക്കാരാണ്, എൻ്റെ ഇന്ത്യ എന്നുള്ള വികാരത്തിൽ നിന്നാണ് ഇവിടെ നാഷണലിസം ഉയർന്നു വരുന്നത്. അല്ലാതെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ടല്ല ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, അങ്ങനെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം, ദേശീയത എന്ന് പറയുന്നൊരു വികാരം എങ്ങനെയാണ് യൂറോപ്പിലും ഇന്ത്യയിലും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. യൂറോപ്പിലെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഒരു പൊതു ഏകീകൃത മാർക്കറ്റ് ഉണ്ടാവുകയാണ്, വിപണന കേന്ദ്രമായിട്ട്. ആ ഒരു മാർക്കറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ജില്ലകളും പ്രവിശ്യകളും അങ്ങനെ അതൊരു രാഷ്ട്രമായിട്ട് മാറുകയാണ്. അവിടെ വന്ന് കൂടുന്ന ജനങ്ങൾ, അവിടെ വന്നവർ പൊതുവായി വന്ന ജനങ്ങൾ എന്താണ്, അവർ പല തൊഴിലുകൾ പഠിച്ച് വൈദഗ്ധ്യം നേടി അവിടെ ഒരു രാഷ്ട്രമായിട്ട് മാറുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി തങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്നൊരു വികാരം അവർക്ക് ഉണ്ടായി, അതൊരു ദേശീയതായിട്ട് മാറുകയാണ്. പക്ഷേ ഇന്ത്യ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇന്ത്യയുടെ അവസ്ഥ അങ്ങനെയല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷിൻ്റെ കോളനിയാണ്. ഞങ്ങളെ അല്ലെങ്കിൽ അവനവനെ ഭരിക്കുന്ന മറ്റൊരു രാഷ്ട്രത്തോടുള്ള എതിർപ്പ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ദേശീയത എന്ന് പറയുന്നൊരു വികാരം ഉടലെടുക്കുന്നത്.
അപ്പം നമ്മുടെ സ്വന്തം ഭാഷ, എൻ്റെ നാട്, അങ്ങനെയൊക്കെയുള്ളൊരു വികാരമാണ് ഇന്ത്യയെ ദേശീയതയിലേക്ക് നയിക്കുന്നത്. ദേശീയതയുടെ ഇനി വേറൊരു കാര്യം നോക്കാനുള്ളത് സാംസ്കാരിക ദേശീയതയുടെ സാരാംശം, അല്ലെങ്കിൽ എന്താണ്, എസൻസ് ഓഫ് കൾച്ചറൽ നാഷണലിസം. അപ്പോൾ എന്താണ് ഈ സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നത്? അപ്പോൾ ഇന്ത്യയുടെ കേസ് പറയുകയാണെങ്കിൽ, ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷിൻ്റെ കോളനി ആയിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആ സമയത്ത് ഒരു ഇങ്ങനെ ജാതി ചിന്തകൾ, സ്ത്രീകളോടുള്ളൊരു വിവേചനം, അങ്ങനെയുള്ള കുറേ നമുക്കൊന്നും അങ്ങനെ ദഹിക്കാത്ത കുറേ കാര്യങ്ങൾ സമൂഹത്തിൽ നിലനിന്നിരുന്നൊരു കാര്യമാണ്. അപ്പം നമ്മുടെ കുറേ സോഷ്യൽ റീഫോമേഴ്സ്, രാജാറാം മോഹൻ റോയ്, കേശവചന്ദ്ര വിദ്യാസാഗർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്താണ്, അതിനൊക്കെ ഒരു മാറ്റം വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ബ്രിട്ടീഷുകാരുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പാശ്ചാത്യ ഇടപെടലുകൾ ഇതിലൊക്കെ മാറ്റം വരുത്താനുള്ള കഴിവുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രിട്ടീഷുകാർ അവിടെയൊക്കെ എന്താണ്, സ്ത്രീകൾക്ക് കൊടുക്കുന്ന പദവിയും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവരുടെ ഇടപെടലുകൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകളുടെ പദവിക്കൊരു മാറ്റം ഉണ്ടാവും, ഈ ജാതി ചിന്തകൾ അങ്ങനെയുള്ള അനാചാരങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുകയും ഇത്തരം ഇടപെടലുകളിലേക്ക് ബ്രിട്ടീഷുകാരെ അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുകയും ചെയ്തിട്ടുള്ള കുറച്ച് സോഷ്യൽ റീഫോമേഴ്സാണ്. എന്നാൽ എന്താണ്, ഇത്തരം പാശ്ചാത്യ രീതികളോട് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പാശ്ചാത്യരുടെ ഇടപെടലുകളെ പൂർണ്ണമായും എതിർക്കുന്ന ഒരു കൂട്ടരും നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഈ ആൾക്കാർ ബ്രിട്ടീഷ് ഇടപെടലുകൾ അവർ നല്ല രീതിയിലാണ് അവരിതിനെ നോക്കിക്കാണുന്നത് കേട്ടോ. രാജാറാം മോഹൻ റോയ് ഒക്കെ അപ്പോൾ അവർ സതി നിരോധിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ടുള്ള ആളാണ് രാജാറാം മോഹൻ റോയ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് പ്രഭുക്കന്മാരാണ്, ഭരണാധികാരികളാണ് സതി നിരോധിച്ചിരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ ഉദ്ദേശിച്ചു, കാരണം ഇവരുടെ ഇടപെടലുകൾ നടത്തിയിട്ട് നമ്മുടെ സമൂഹത്തെ എന്താണ് നമുക്കൊന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ മാറ്റിയെടുക്കുമ്പോഴും ബ്രിട്ടീഷ് സംസ്കാരത്തെ അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരത്തെ നമ്മൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതിന് ഇവരടക്കം ഈ രാജാറാം മോഹൻ റോയ് അങ്ങനെയുള്ള ആൾക്കാരടക്കം എന്താണ് എതിർത്തിരുന്നു. അത്തരം വസ്ത്രരീതികളോട്, അവരുടെ വസ്ത്രധാരണത്തോട് അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചറിനോട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിവാഹം കഴിക്കാതെ, ഇന്നത്തെ അവസ്ഥയല്ല പറയണ കേട്ടാ, ഒരുമിച്ച് ജീവിക്കുക, അങ്ങനെയുള്ള അവസ്ഥകളോടൊക്കെ എന്താണ് ഇവർക്കും എതിർപ്പായിരുന്നു. അതാണ് ഈ സാംസ്കാരിക ദേശീയതയുടെ ഒരു സാരാംശം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാരെന്താണ് ബ്രിട്ടീഷുകാരുടെ ഇടപെടലുകൾ കൊണ്ട് അന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന അനാചാരങ്ങളെ തുടച്ചു നീക്കാനായിട്ട് പറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അത്തരം ഇടപെടലുകളിലേക്ക് ബ്രിട്ടീഷുകാരെ ക്ഷണിച്ചിരുന്നു. പക്ഷേ അപ്പോഴും എന്താണ്, പൂർണ്ണമായും നമ്മൾ എന്താണ് ബ്രിട്ടീഷ് സംസ്കാരത്തെ അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നതിനോട് നമ്മൾ എതിർത്തിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു കൂട്ടം ആൾക്കാരെന്താണ് ഒട്ടും ഇവരുടെ ഇടപെടലുകൾ ഇഷ്ടപ്പെടാത്ത ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഇടപെടാൻ വേണ്ടിയിട്ട് ഇവർ ക്ഷണിച്ചപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 1850-കളായപ്പോൾ എന്താണ്, യൂറോപ്യൻ വസ്ത്രധാരണ രീതിയും മറ്റ് കീഴ്വഴക്കങ്ങളും ഇന്ത്യക്കാരിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരത് മുതലെടുത്തു. അവരത് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോഴാണ് ഇത് പൂർണ്ണമായി അത്തരം രീതികളോടും കൂടി രാജാറാം മോഹൻ റോയ് ഒക്കെ എതിർത്തു എന്ന് പറയുന്നത്. ഇതാണ് സാംസ്കാരിക ദേശീയതയുടെ എസൻസ് അല്ലെങ്കിൽ കൾച്ചറൽ നാഷണലിസത്തിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്. ഇനി ബ്രിട്ടീഷുകാർ കാണിച്ച വേറൊരു പരിപാടിയാണ് നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാം. അതെങ്ങനെയാണ് അവർ കൊള്ളയടിക്കുന്നത്? രാത്രി വണ്ടിയൊക്കെ വിളിച്ച് വന്നിട്ട് ഇവിടുന്ന് കാശ് കൊള്ളയടിച്ച് പോവുകയാണോ ചെയ്തത്? അങ്ങനെയല്ല അവർ ചെയ്യുന്നത്. അവരെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചെയ്യുന്ന പരിപാടിനെ കുറിച്ചൊരു സിദ്ധാന്തം ഉണ്ടാക്കിയതാണ് നമ്മുടെ ദാദാഭായ് നവറോജി. ഡ്രെയിൻ തിയറി, ചോർച്ച സിദ്ധാന്തം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡ്രെയിൻ തിയറി, ചോർച്ച സിദ്ധാന്തം, അതായത് നമ്മുടെ ദാദാഭായ് നവറോജിയാണ് സിദ്ധാന്തം കൊണ്ടുവന്നത്. ഡ്രെയിൻ തിയറി, ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടീഷുകാർ കൊള്ളയടിക്കാം. എങ്ങനെയാണ് കൊള്ളയടിക്കുന്നത്? നമ്മളിൽ നിന്ന് നികുതി പിരിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വിലയ്ക്ക് അവർ കൊണ്ടുപോയിട്ട് അവരെ നാട്ടിൽ പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ അവിടെ തന്നെ കൊണ്ടുവന്നിട്ട് വലിയ വിലയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ ആ പൈസ അവർക്ക് കിട്ടുന്നു. ഇപ്പോൾ നമ്മുടെ പണമാണ് അങ്ങോട്ട് പോകുന്നത്. ഇവിടുന്ന് അസംസ്കൃത വസ്തുക്കൾ കയറ്റിയായി കൊണ്ടുപോയിട്ട് ഇവിടെ തന്നെ വലിയ വിലയിൽ ഇറക്കുമതി ചെയ്യുന്നു. പിന്നെ അവരുടെ ആൾക്കാർ വന്ന് ഇവിടെ ഭരിക്കണേന്, നമ്മുടെ കണ്ട ആൾക്കാർ വന്ന് നമ്മുടെ നാട് ഭരിക്കണേന് നമ്മൾ അവർക്ക് ശമ്പളം കൊടുക്കുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എന്താണ്, നമ്മുടെ സമ്പത്ത് അവർ
കൊള്ളയടിച്ചു പോകുന്നു. ഇതാണ് എന്ത്? ഡ്രെയിൻ തിയറി. ഇത് പ്രപ്പോസ് ചെയ്ത ആളാണ് ആര്? ദാദാബായ് നവറോജി. അപ്പം ഈ തിയറി ഒന്ന് ഓർത്തു വയ്ക്കുക, 2 മാർക്കിനെങ്ങാനും ചോദിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല, ദാദാബായ് നവറോജി അതുപോലെ RC ദത്ത് അങ്ങനെയുള്ള നേതാക്കന്മാരുടെ സാമ്പത്തിക ദേശീയത അല്ലെങ്കിൽ എന്താണ് എക്കണോമിക് നാഷണലൈസേഷൻ അതെങ്ങനെയാണെന്നാണ് പറയണത്. അപ്പം നമ്മൾ നേരത്തെ സാധാരണ ദേശീയതയെ കുറിച്ച് കണ്ടു. ഇനി സാംസ്കാരിക ദേശീയതയുടെ കാര്യം പറഞ്ഞു, കൾച്ചറൽ നാഷണലൈസേഷൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് എക്കണോമിക് നാഷണലൈസേഷൻ. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ട കാര്യമാണ് എന്ത്? ഡ്രെയിൻ തിയറി. ഇങ്ങനെ ഒരു ഡ്രെയിൻ തിയറി വന്നപ്പോഴാണ് എന്താണ് നമ്മുടെ സമ്പത്ത് ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചു പോകുന്നു, നമ്മൾ അതിനെതിരെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് വരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ മനസ്സിലാക്കാണ് അതെങ്ങനെയൊക്കെയാണ് ഇവർ കൊള്ളയടിച്ചു പോകുന്നത്. നമ്മളിൽ നിന്ന് ഭീമമായിട്ടുള്ള തുക എന്ത് ചെയ്യാണ് അവർ പലതരത്തിലുള്ള നികുതികളായിട്ട് പിരിച്ചെടുക്കുന്നു. രണ്ടാമത്തെ എന്താണ്? ഇവിടെ അവരുടെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ ശമ്പളം കൊടുക്കേണ്ടി വരുന്നു. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ വളരെ തുച്ഛമായ വിലയ്ക്ക് ഇവരിവിടെ നിന്ന് കയറ്റിക്കൊണ്ട് പോയിട്ട് അവരെ നാട്ടിൽ അത് പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളാക്കിയിട്ട് ആ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്തിട്ട് നല്ല വിലയ്ക്ക് വലിയ വിലയ്ക്ക് നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പണം എന്താണ്? അവരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്. ഇങ്ങനെയൊക്കെ നമ്മുടെ സമ്പത്ത് അവർ കൊള്ളയടിക്കുന്നു. അപ്പോൾ നമ്മൾ ഉണരണം, ഇതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കണം. അപ്പോൾ ദാദാബായ് നവറോജി അതുപോലെ RC ദത്ത് തുടങ്ങിയിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ അവരെന്ത് ചെയ്യാണ്? ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണ് ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുകയും കൂടെ അവർ ചെയ്തു. അങ്ങനെ നമ്മുടെ സാമ്പത്തിക ദേശീയതയെ ഉണർത്താനായിട്ട് നമ്മളൊക്കെ അതിനെതിരെ എന്ത് വേണം? പ്രതികരിക്കണം എന്ന് നമ്മളെ ഉണർത്താനായിട്ടും കൂടെ അവർ ശ്രമിച്ചു. ഇങ്ങനെയാണ് നമ്മുടെ സാമ്പത്തിക ദേശീയതയുടെ തുടക്കം അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മളിവിടെ നെല്ലും അങ്ങനെ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തിരുന്ന നമ്മുടെ പാടങ്ങൾ മാറ്റിയിട്ട് അവരവിടെ കോട്ടൺ അല്ലെങ്കിൽ പരുത്തി കൃഷി ചെയ്യാനായിട്ട് നമ്മളെ നിർബന്ധിക്കും. എന്നിട്ടോ നമ്മളിൽ നിന്ന് അധിക നികുതി നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ എടുക്കണ പരുത്തി മുഴുവൻ ഇവർ കൊണ്ടുപോകും. നമുക്കൊരു ലാഭമില്ല, നമ്മൾ നികുതിയും കൊടുക്കണം, നമ്മുടെ നെല്ലും സാധനങ്ങളൊക്കെ മാറ്റി നമ്മുടെ പാടങ്ങൾ നമ്മൾ പരുത്തി കൃഷി ചെയ്യണം. പിന്നെ ഈ കൃഷി ചെയ്യുന്ന പരുത്തി മുഴുവൻ അവർ കൊണ്ടുപോകും. എന്നിട്ട് അവരെ നാട്ടിൽ കൊണ്ടുപോയിട്ട് മെഷീൻ മെയ്ഡ് വസ്ത്രങ്ങളായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഇത് നമ്മൾ വാങ്ങും വേണം. എന്തൊരു അസംബന്ധം നോക്കില്ലേ. അപ്പം ഇങ്ങനെ വാങ്ങുമ്പോൾ എന്താ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാലോ നമ്മുടെ നാട്ടിലുള്ള ഖാദി അല്ലെങ്കിൽ കൈത്തറി അതവരെങ്ങനെയാണ് അവർ പട്ടിണിയിലും ആവും. അപ്പം ഇതുപോലെ നമ്മളെ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ദ്രോഹം ചെയ്തുകൊണ്ട് നമ്മുടെ സമ്പത്ത് മുഴുവനും അവർ കൊള്ളയടിച്ചു കൊണ്ട് പോകുന്നു. ഇതാണ് പറയണത്. അപ്പം അങ്ങനെ എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥേനേക്കാളും താഴ്ന്നു പോവാണ്. അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥേനെ ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥേനേക്കാളും അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയേക്കാളും താഴ്ത്താനായിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് അവർ താഴ്ത്തുന്നത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ഇതേ കാര്യങ്ങളൊക്കെ തന്നെ എഴുതാം. ഇനി രണ്ടാമതാണ് മതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ദേശീയത. അപ്പം എന്തും പറയാനായിട്ട് നമുക്ക് മതത്തെ കൂട്ടുപിടിക്കാം. അതായത് മതത്തിൽ കൂടെ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ജനങ്ങളത് വിശ്വസിക്കും. ഇപ്പോൾ നമ്മൾ പണ്ട് പറയാറുള്ള പോലെ വേറൊരു എക്സാമ്പിളായിട്ട് പറയണതാട്ടാ, മോനെ നീ അമ്മയുടെ പുറത്ത്, ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, അമ്മയുടെ പുറത്ത് ഇരിക്കുകയല്ലേ, മുളക് അരച്ചതാണ് എരിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും ചിലപ്പോൾ അത് കൂട്ടാക്കില്ല. അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ അമ്മയുടെ പുറത്തിരുന്ന് കഴിഞ്ഞാൽ അമ്മയുടെ നെഞ്ചത്തിരിക്കുന്ന പോലെയാണ്, അയ്യോ അപ്പോൾ ഭയങ്കര പേടി, അങ്ങനെയുള്ള കുറച്ച് അന്ധവിശ്വാസങ്ങൾ വെച്ച് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരതനുസരിക്കും. അപ്പം അതേപോലെ തന്നെയാണ് മതത്തിൽ കൂടെ പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്ത് കഴിഞ്ഞ് ദൈവം ശിക്ഷിക്കും എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മളത് പിന്നെ അനുസരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ മതത്തിൽ കൂടെ ദേശീയതേനെ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആളുകളൊന്ന് ഒത്തൊരുമയോടുകൂടെ വരുമെന്ന് നമ്മുടെ സോഷ്യൽ റീഫോമേഴ്സിന് മനസ്സിലാക്കിയിട്ട് ദേശീയതയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ മതത്തെ
കൂട്ടുപിടിക്കാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാവരിലും ആ ഒരു ദേശീയ ബോധമുളവായി. ഇന്ത്യക്കാരെ മൊത്തം ഒരുമിച്ച് നിർത്തിയാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് ഓടിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ചുകൂടെ അവരെന്തെങ്കിലും കുറച്ച് ആൾക്കാർ ചെയ്തോട്ടെ, ഞങ്ങൾ ഇവിടെ ഒന്നും അറിയാണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല. എല്ലാവരും ഒറ്റക്കെട്ടോടുകൂടി ഒരു മനസ്സോടുകൂടി ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് പണിയുണ്ട്. ഇതൊക്കെ ഒരുമിച്ച് ഈ ആട്ടുംകൂട്ടത്തിന് മുഴുവനും ഒരുമിച്ച് കൊണ്ടുവരണം. ആ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒറ്റ തീറ്റയാണ് എന്ത്, ദേശീയത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലായത് മതം അതിന് നല്ലൊരു മാർഗമാണ്. അപ്പം എങ്ങനെയാണ് നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കൾ മതത്തെ അതിനെ കൂട്ടുപിടിച്ചെന്ന് നോക്കാം. ബങ്കിം ചന്ദ്ര ചതോപാധ്യായ, ദയാനന്ദ സരസ്വതി, വിവേകാനന്ദൻ, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കൾ ഹിന്ദു മതത്തെയും അതിലുള്ള ആശയങ്ങളെയൊക്കെ എന്താണ്, ദേശീയതയുടെ പ്രചോദന ശക്തികളാക്കി മാറ്റി. അപ്പം അതിൽ കൂടെയൊക്കെ എന്താണ്, ദേശീയതയെ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചു. അതായത് ഹിന്ദു മതത്തിൻ്റെ ആശയങ്ങളിൽ കൂടിയൊക്കെ ഹിന്ദുമതം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്, അപ്പോൾ അവർ മതത്തിൽ കൂടെ മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെന്താണ്, അവർ നമ്മുടെ രാഷ്ട്രം എന്നുള്ളൊരു ലെവലിൽ കയറി അത് അങ്ങോട്ട് കത്താനായിട്ട് തുടങ്ങി. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു എതിർപ്പ് അവരുടെ ഉള്ളിലൊക്കെ കയറി പുകയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ബാലഗംഗാധര തിലക് 1983 മഹാരാഷ്ട്രയിൽ ഒരു ഗണപതി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. ഗണപതി ഫെസ്റ്റിവലാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, അതിന് വേണ്ടിയിട്ടൊരു മതപരമായ വേദി ഉണ്ടാക്കുക എന്നുള്ളതാണ് തിലകിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഒരു ഗണപതി ഫെസ്റ്റിവലൊക്കെ ആകുമ്പോൾ എന്താണ്, ആളുകൾ ഒത്തുകൂടാനും അതിൽ കൂടെ ദേശീയതയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ ഒരിക്കൽ വിവേകാനന്ദൻ ഇതുപോലെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, രാഷ്ട്രീയ ആശയങ്ങളാണ് യൂറോപ്പിൽ ദേശീയ ഐക്യം കൊണ്ടുവരുന്നത്, പക്ഷേ ഇന്ത്യയിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏഷ്യയിൽ എങ്ങനെയാണ്, മതപരമായിട്ടുള്ള ആശയങ്ങളാണ് ദേശീയ ഐക്യം കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കിയത് ആരാ പറഞ്ഞെന്നുള്ളതായിട്ട് ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ ഇവർക്ക് മനസ്സിലായി മതം എന്താണ്, ദേശീയത കൊണ്ടുവരാനുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാമെന്ന് മനസ്സിലായിട്ട് നമ്മുടെ സോഷ്യൽ റിഫോമേഴ്സ് എന്താണ്, മതത്തെ കൂട്ടുപിടിച്ചു, മതത്തിൽ കൂടെ ദേശീയ ഐക്യം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അപ്പം അങ്ങനെ ഇതൊക്കെ പലതരത്തിലുള്ള ദേശീയതകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ദേശീയത കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ദേശീയ പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കാനായിട്ട് തുടങ്ങി. സാമ്പത്തികമായിട്ടുള്ള ദേശീയതയുടെയും സാംസ്കാരികമായിട്ടുള്ള ദേശീയതയുടെയും അതുപോലെ മതപരമായിട്ടുള്ള ദേശീയതയുടെയും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ദേശീയ പ്രസ്ഥാനങ്ങൾ. ബ്രഹ്മസമാജം, പ്രാർത്ഥനാ സമാജം, അങ്ങനെയൊക്കെയുള്ള കുറേ സമാജങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. സോഷ്യൽ എന്താ പറയുക, ആര്യ സമാജം എന്നൊക്കെ മുന്നേ നമ്മൾ പറഞ്ഞിട്ടില്ലേ മുൻ ക്ലാസ്സുകളിലൊക്കെ. ഇതൊക്കെ എന്താണ്, ഇത്തരം ചിന്തകളുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ ഓരോ പ്രസ്ഥാനങ്ങൾക്ക് എന്താണ്, ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊക്കെ രീതികളിൽ ദേശീയത വന്നു കഴിഞ്ഞാലും എല്ലാത്തിൻ്റെയും ഒരു പൊതു സ്വഭാവം എന്തായിരുന്നു, ബ്രിട്ടീഷ് കോളനി ഭരണത്തോടുള്ള എതിർപ്പായിരുന്നു. അപ്പോൾ സാംസ്കാരികമായിട്ട് വന്നു കഴിഞ്ഞാലും സാമ്പത്തികമായിട്ട് വന്നു കഴിഞ്ഞാലും മതപരമായിട്ട് വന്നു കഴിഞ്ഞാലും ഏത് തരത്തിലാണെങ്കിലും എല്ലാത്തിനും ഒരൊറ്റ ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. എന്തായിരുന്നു, കോളനി ഭരണത്തോടുള്ള എതിർപ്പ്, അല്ലെങ്കിൽ എന്താണ്, ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തുരത്തുക. അങ്ങനെയുള്ള ഒരു ഒറ്റ ലക്ഷ്യമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പലതരത്തിൽ. അപ്പോൾ ഈ ആൾക്കാർ ആലോചിച്ചത് എന്താണ്, ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഇവരിവിടെ നിന്ന് ഓടിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അവർ തേടിയ പല വഴികളായിരുന്നു എന്ന് മാത്രം. എല്ലാ വഴികൾക്കും എന്തായിരുന്നു, ഒരൊറ്റ ലക്ഷ്യമായിരുന്നു. അത് ഒരു പൊതു ശത്രുവിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പലരും പല വഴികൾ ആലോചിച്ചു എന്ന് മാത്രം. അങ്ങനെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് 20-ാം നൂറ്റാണ്ടിൽ എന്താണ്, ശക്തമായിട്ടുള്ള ഒരു കോളനി വിരുദ്ധ ദേശീയ വിമോചന പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആശയങ്ങളുടെയും
പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് 20-ാം നൂറ്റാണ്ടായപ്പോഴേക്കും എന്താണ് എല്ലാവരിലും ഇന്ത്യക്കാരിലും മൊത്തം എന്താണ് ബ്രിട്ടീഷുകാരോട് ഭയങ്കരമായിട്ടുള്ളൊരു വിരോധം ഉണ്ടാക്കാനും അതിൻ്റെ ഭാഗമായിട്ട് ശക്തമായിട്ടുള്ള വിരോധ പ്രസ്ഥാനങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും നമുക്ക് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇതാണ് ദേശീയതയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പം എങ്ങനെയൊക്കെയാണ് ദേശീയത മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. സാംസ്കാരികമായിട്ട് വന്നിട്ടുണ്ട്, മതപരമായി വന്നിട്ടുണ്ട്, സാമ്പത്തികമായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇന്ത്യയുടെ കേസാണ്. ഇന്ത്യയിലും യൂറോപ്പിലും വ്യത്യാസമുണ്ട്. ഇന്ത്യയിൽ എന്താണ് ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പിൻ്റെ ഭാഗമാണ്. യൂറോപ്പിൽ അങ്ങനെയല്ല. യൂറോപ്പിൽ എങ്ങനെയാണ് വ്യവസായവൽക്കരണത്തിൻ്റെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമാണ്. പിന്നെ പ്രധാനമായിട്ട് ചോദിക്കാവുന്ന ഡ്രെയിൻ തിയറിയാണ് ദാദാഭായ് നവറോജിയുടെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. നല്ലോണം വായിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.